കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ്. നമസ്കാരം. ഇന്ന് 2025 ജനുവരി 26 ഞായറാഴ്ച. 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ 76ാം റിപ്പബ്ലിക് ദിനാഘോഷം സമുചിതമായി ബഹ്റിനിലും ആഘോഷിച്ചു. ഇന്ന് രാവിലെ ഇന്ത്യൻ എംബസിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കബ് ദേശീയ പതാക ഉയർത്തി. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. വിവിധ കലാപരിപാടികളും ഇവിടെ അരങ്ങേറി. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ, ബഹ്റിൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ എന്നിവർ റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് KSCA NSS ഗുദൈബയിലുള്ള ആസ്ഥാന മന്ദിരത്തിൽ പ്രസിഡന്റ് രാജേഷ് നമ്പ്യാർ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ജനറൽ സെക്രട്ടറി അനിൽ പിള്ള, വൈസ് പ്രസിഡന്റ് അനിൽ UK, അസിസ്റ്റന്റ് സെക്രട്ടറി സതീഷ് K, സാഹിത്യ വിഭാഗം സെക്രട്ടറി മനോജ് നമ്പ്യാർ, മെമ്പർഷിപ്പ് സെക്രട്ടറി അനൂപ് പിള്ള, ലേഡീസ് വിഭാഗം ട്രഷറർ ലീബ രാജേഷ്, അംഗം രാധാ ശശിധരൻ, മറ്റ് നിരവധി കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വേൾഡ് മലയാളി കൗൺസിൽ ബഹ്റിൻ പ്രൊവിൻസിന്റെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ബഹ്റിൻ പ്രൊവിൻസ് പ്രസിഡന്റ് എബ്രഹാം സാമുവൽ ദേശീയ പതാക ഉയർത്തി. ചെയർമാൻ ദേവരാജ് KG, ഗ്ലോബൽ അഡ്വൈസറി ബോർഡ് ചെയർമാനും KCA പ്രസിഡന്റുമായ ജെയിംസ് ജോൺ, ഗ്ലോബൽ അസോസിയേറ്റ് ട്രഷറർ ബാബു തങ്ങളത്ത്, ജനറൽ സെക്രട്ടറി അമൽ ദേവ് OK, വിവിധ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. WMC ബഹ്റിൻ പ്രൊവിൻസ് പുറത്തിറക്കിയ ദേശഭക്തി ഗാന നൃത്താവിഷ്കാരം ചടങ്ങിൽ റിലീസ് ചെയ്തു. കൊച്ചിയിൽ നടക്കുന്ന ആഗോള നിക്ഷേപ ഉച്ചകോടിയിൽ ബഹ്റിൽ നിന്നുള്ള മന്ത്രിതല സംഘം പങ്കെടുക്കും. ബഹ്റിൻ ധനകാര്യമന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫയുമായി ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിനിടെ നടത്തിയ ആദ്യഘട്ട കൂടിക്കാഴ്ചയിലാണ് വ്യവസായ മന്ത്രി P. രാജീവ് ഇക്കാര്യം പറഞ്ഞത്. വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ആദിൽ ഫഖ്റു, ബഹ്റിൻ സുസ്ഥിര വികസന മന്ത്രി നൂർ ബിൻ അലി അൽ ഖലീഫ്, ബഹ്റിൻ പ്രോപ്പർട്ടി കമ്പനി CEO ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഖലീഫ അൽ ഖലീഫ, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി എന്നിവരും ചർച്ചയിൽ സംബന്ധിച്ചു. അടുത്ത മാസം സംഘടിപ്പിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലേക്ക് സംഘത്തെ അയക്കാനുള്ള സന്നദ്ധത മന്ത്രിമാർ യോഗത്തിൽ അറിയിച്ചു. കൊച്ചിയിൽ ഫെബ്രുവരി 21, 22 തീയതികളിലായാണ് ആഗോള നിക്ഷേപ സമ്മേളനം നടക്കുന്നത്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. നവകേരളം സഹകരണ മേഖലയുടെ പങ്കും പ്രാധാന്യവും എന്ന വിഷയത്തെ ആസ്പദമാക്കി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് R. സനൽകുമാർ പ്രഭാഷണം നടത്തി. ബഹ്റിൻ പ്രതിഭ പ്രസംഗവേദി നടത്തിയ ഈ പരിപാടിയിൽ കേരളീയ സമൂഹത്തിന്റെ നിർമ്മിതിയിൽ സഹകരണ മേഖല വഹിച്ച പങ്കും നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളെയും കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. ബഹ്റിൻ പ്രതിഭ രക്ഷാധികാരി സമിതി അംഗം NV ലിവിൻ കുമാർ അധ്യക്ഷനായിരുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം റാഫി കല്ലിങ്കൽ സ്വാഗതം ആശംസിച്ചു. പ്രസംഗവേദി സബ് കമ്മിറ്റി അംഗം ധനേഷ് നന്ദി രേഖപ്പെടുത്തി. പ്രതിഭ മുഖ്യ രക്ഷാധികാരി P. ശ്രീജിത്ത്, ജനറൽ സെക്രട്ടറി മിജോഷ് മൊറാഴ, പ്രസിഡന്റ് ബിനു മണ്ണിൽ തുടങ്ങിയവർ സന്നിഹിതരായ പരിപാടിയിൽ
ബഹ്റിൻ പ്രതിഭയുടെ നിരവധി അംഗങ്ങൾ പങ്കെടുത്തു. വ്യാജ കരാറുകളും വ്യാജരേഖയും വെച്ച് 34,685 ദിനാറിന്റെ തട്ടിപ്പ് നടത്തിയ പ്രവാസിക്ക് തടവ് ശിക്ഷ വിധിച്ചു കോടതി. 3 വർഷത്തെ തടവ് ശിക്ഷയ്ക്കു ശേഷം നാടുകടത്താനാണ് ഫസ്റ്റ് ലോവർ ക്രിമിനൽ കോടതിയുടെ വിധി. അതോടൊപ്പം പ്രതിക്ക് സഹായികളായി ഉണ്ടായിരുന്ന 2 പേർക്ക് 2 വർഷം വീതം തടവും 5,000 ദിനാർ പിഴയും വിധിച്ചു. പരസ്യമേഖലയായി പ്രവർത്തിച്ചിരുന്ന ഒരു സ്വകാര്യ സ്ഥാപനമുടമയാണ് കുറ്റകൃത്യം ചെയ്തത്. 30 തൊഴിലാളികൾക്ക് വ്യാജ തൊഴിൽ കരാറുകൾ നൽകുകയും വേതനം നൽകിയെന്ന വ്യാജരേഖ ചമച്ച് തംകീനിൽ നിന്ന് 34,000-ലധികം ദിനാർ തട്ടിയെടുക്കുകയും ചെയ്തതായാണ് കണ്ടെത്തിയത്.